يا حضرة سيدنا مصطفى محمد صلى الله عليه وسلم إمام القشيري رضي الله عنه وأستاذ الأساتذة أستاذنا شيخنا تقي محمد الدارمي القادري رضي الله عنه. اللهم إلى حضرة أستاذنا سيدنا علي بن أستاذ رضي الله عنه ولي بن غاز خواجة معين الدين المسكين رضي الله عنه. والفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. عدد ما في علم الله وزنة ما في علم الله وملء ما في علم الله وعدد ما أحاط به علم الله وما وسعه علم الله وعلى كل معلوم لله وعلى كل موجود وضروب كل ذلك في جميع مجموع أفراد ذرات الوجود. يا الله يا الله يا الله مثل ذلك وعد خلقك وما نفسك وزنة عرشك وذلك كلماتك. പിന്നീട് ഇനി എന്തായിരിക്കും നമ്മൾ പറയാനുള്ളത്? വസൂഇലാന്നായിരിക്കും. وأخبرنا محمد بن الحسين وأخبرنا محمد بن حسين الحسيني سمعت رحمه الله قال سمعت عبد الواحد بن بكر يقول حدثني أحمد بن محمد بن علي البردعي أنه قال حدثنا طاهر بن إسماعيل الرازي أنه قال قيل ليحيى بن معاذ ചോദിക്കപ്പെട്ടു أخبرني عن الله അല്ലാഹുവിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാൻ. അല്ലാഹുവിന്റെ ഹഖീഖത്ത് കുൻഹ് അതായിരിക്കും അദ്ദേഹം ചോദിച്ചത്. എന്താ ചെയ്യാ, ചില ആൾക്കാർക്ക് അല്ലാഹു തആലയുടെ ഹഖീഖത്തിനെ കുറിച്ച് അറിഞ്ഞാലേ പറ്റും. എന്താ ചെയ്യാൻ പാടും? വല്ലജിസ് അൻദർക്കിൽ ഇദ്റാഖി ഇദ്റാഖു, അല്ലാഹുവിനെ ഇദ്റാഖ് ചെയ്യുകയില്ല എന്ന ഒരു അശക്തതയാണ് ഇദ്റാഖ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ അല്ലാഹു ഇങ്ങനെ ലോകം ഒന്നാ നടക്കാറ്. ന്യൂസക്കാർക്ക് എല്ലാവർക്കും പിന്നെ അവരെ കൂടെ തന്നെ അല്ലാഹു ഉണ്ടെന്ന്, കൽബിലൊക്കെ അവരെ അല്ലാഹ് ഇങ്ങനെ ഇറങ്ങി നടക്കണം. എന്താ ചെയ്യാൻ മതി? ഇങ്ങനത്തെ കുറെ കൗമോ ഇറങ്ങലും കയറലും ഔസാഫുൽ ഖലായിഖാണ്, എന്തെന്നും അറിയില്ല. ഏതായാലും ഇവിടെ ചോദിച്ചു. പല മഹാനവലുകൾ പറഞ്ഞു ഇലാഹും വാഹിദ്, അള്ളാഹിനെ പറ്റി പറഞ്ഞാല് അവ പറഞ്ഞു ഇലാഹും വാഹിദാണെന്ന് പറഞ്ഞു. ഫഖീലു കൈഫ ഹുവ, അതെങ്ങനെ ഇലാഹും വാഹിദ്, അതെങ്ങനെ? ഫഖാല, അവ പറഞ്ഞു മലിക്കുൻ ഖാദിറുൻ. അപ്പൊ പിന്നെ ഇലാഹും വാഹിദുൻ എന്ന് പറയുമ്പോൾ ദാത്തിനെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് ഹഖീഖത്ത് കുൻഹു മാ ഹുവ ലഹു എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ പിന്നെ സിഫാത്ത് കൊണ്ട് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് മറുപടിയും പറഞ്ഞു. മലിക്കുൻ ഖാദിറുൻ, അധികാരിയാണ്, കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. ഫഖീല, അപ്പൊ ചോദിക്കപ്പെട്ടു അയിന ഹുവ, എവിടെയാ അല്ലാഹു? അല്ലാഹു എവിടെയാ? അല്ലാഹു ഫഖാല ബിൽ മിർസാദ്, അവൻ വീക്ഷണത്തിലാണ്, അവൻ റസദിലാണ്, വീക്ഷണത്തിലാണ്. യുർസിദു അഅമാല ഇബാദിഹി, അവന്റെ ദാസന്മാരുടെ അമലുകളെ വീക്ഷിക്കുന്നതിലാണ്. നീ വീക്ഷണത്തിലാണ്, അങ്ങനെ എഴുതല്ല, നിങ്ങൾ നിരീക്ഷണത്തിലാണ്, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് പറയില്ലേ. അത് ഇപ്പൊ ഇങ്ങനെ ക്യാമറ വെച്ചപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് നിരീക്ഷണമൊക്കെ. നമ്മൾ പണ്ടേ നിരീക്ഷണത്തിന്, അവിടെ ക്യാമറ വരുന്നതിന് മുമ്പ് തന്നെ ആരുടെ നിരീക്ഷണത്തിൽ? റബ്ബിന്റെ നിരീക്ഷണത്തിലാ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പം, നമ്മൾ പറയുമ്പം, നമ്മൾ ചെയ്യുമ്പം അവന് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു കൊടുക്കുക. മനസ്സിലായില്ലേ? അവൻ എല്ലാ കായിനാത്തുകളിലും
കണ്ടു കാണപ്പെടുന്ന സർവചരാചരങ്ങളിലും അവൻ കഴിവുള്ളവനാണ്. അതിൽ അവൻ ക്രയവിക്രയം നടത്തുന്നവനാണ്. സർവ്വവിധമായ ചരാചരങ്ങളെയും ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും അവന്റെ ബൃഹത്തായ കഴിവുകൊണ്ട് അവന് കഴിവാകുന്നവനാണ്. ബിൽ മിർസാദ് ഹുവൽ മുറാഖിബു ലിഅഅമാലിൽ ഇബാദ്, ഇബാദുകളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്നവനാണ്, നിരീക്ഷിക്കുന്നവനാണ്. അൽ മുഹ്സീലഹാ, അതിനെ ക്ലിപ്തപ്പെടുത്തുന്നവനാണ്. അല്ലാ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്നും അല്ലാഹുവിന് പാഴാകുന്നതല്ല. അപ്പൊ വീണ്ടും ചോദിച്ചു, ഖാല ലഹു സായിലു ലം അസ്അലുക അൻ ഹാദാ, ഞാൻ ഇതൊന്നുമല്ല നിങ്ങളോട് ചോദിച്ചത്. ഫഖാല, അപ്പോഴാണ് ഈ മഹാനവർകൾ പറയുന്നു, മാ കാന ഗൈറു ഹാദാ, മോനെ ഞാൻ ഈ പറഞ്ഞതല്ലാത്തതെല്ലാം കാന സിഫത്തുൽ മഖ്ലൂഖിയാൻ, കാന ആ ഗൈറു മാ ദുക്റയായ സിഫത്തുൽ മഖ്ലൂഖി, സൃഷ്ടികളുടെ വിശേഷണമായി. ഫഅമ്മാ സിഫത്തുഹു തആല, അല്ലാഹുവിന്റെ വിശേഷണം, ഫമാ ഖബർതുക അൻഹു, ഞാൻ എന്നോട് വർത്തമാനം പറഞ്ഞു തന്നതാണ്. വമാ റബ്ബുൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചല്ലോ. വമാ റബ്ബുൽ ആലമീൻ, ആ ഹഖീഖത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. മാഹുവ എന്ന് പറയത്തില്ല, അൽ ഇൻസാൻ മാഹുവ. അപ്പൊ അതിന്റെ ഹഖീഖത്ത് മാഹുലാത്ത് പറയാനാണ്. ഫിറൗനാണെങ്കിലും അയാളും ചോദിച്ചതാ വമാ റബ്ബുൽ ആലമീൻ. അപ്പൊ പിന്നെ വമാ റബ്ബുൽ ആലമീൻ, അപ്പൊ പിന്നെ ഈ ദാത്ത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം നല്ല മറുപടി കൊടുത്തു, റബ്ബുസ് സമാവാതി വൽ അർദി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്ത് കുന്നു ഹഖീഖത്തിനെ ഒരു മനുഷ്യന് കൂടെ എത്തിക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ പറയാം? പിന്നെ അവനെ മനസ്സിലാക്കുന്ന അവന്റെ ഔസാഫുകളിൽ കൂടിയാണ്, വിശേഷണങ്ങളിൽ കൂടി. ഇന്നതിലെല്ലാം ക്രയവിക്രയം നടത്തുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദാത്തിലായ നിലയിൽ നിങ്ങൾ ചിന്തിക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന അഫ്ആലുകൾ അത് മനസ്സിലാക്കി എടുക്കുക എന്ന്. أخبرنا محمد بن الحسين أنه قال سمعت أبا بكر الرازي يقول سمعت أبا علي الروذباري عبارة روذبارية يقول كل ما توهمه متوهم بالجهل, അറിവില്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒന്ന്, അന്നഹു കദാലിക, അള്ളാഹു തആല അപ്രകാരമാണ് എന്ന് ഈ വഹ്മ്, നമ്മുടെ ഖയാല്, നമ്മുടെ തോന്നീച്ചകൾ വഹ്മ് ചെയ്യുന്ന ഒന്നല്ല. ഫല്ലഖുലു, ബുദ്ധി യദുല്ലു, അത് അറിയിക്കുന്നുണ്ട്. അലാ അന്നഹു ബിഖിലാഫി, അള്ളാഹു തആല നമ്മുടെ ഊഹാഭോഗത്തിനൊക്കെ അപ്പുറമാണെന്ന് അറിയിച്ചു തരുന്നുണ്ട്. വസഅല ബിൻ ശാഹീൻ അൽ ജുനൈദ, ഇമാം ജുനൈദിയോട് ഇബ്നു ശാഹീൻ ചോദിച്ചു, അൻ മഅന മഅ വഹുവ മഅക്കും ഐനമാ കുന്തും ഇന്നല്ലാഹ മഅല്ലദീന തഖൗ എന്നൊക്കെ ആയത്തിനകത്തുണ്ടല്ലോ. നിങ്ങളോടുകൂടെയാണ് നിങ്ങൾ എവിടെയായാലും. എങ്ങനെ കൂടെ വെച്ചാൽ ഇൽമാൽ അല്ലാതെ കൂടെ എന്ന് പറഞ്ഞാൽ ആത്താലല്ല, ഇൽമാൽ നമ്മളോട് കൂടെ ഉണ്ട് എപ്പോഴും. അല്ലാഹു തആല നമ്മളെ ചലന നിശ്ചലനങ്ങൾ അറിയുന്നവനാണെന്ന് ഈ മുജസ്സിമകളുടെ വാദമാണ്. അള്ളാഹു നമ്മളെ കൂടെ ഇരിക്കാന്നൊക്കെ, അള്ളാഹു നമ്മളെ കൽബിൽ ഇറങ്ങി വരുമെന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് ഈ നൂർഷായും അതൊക്കെ പഴച്ചുപോയി. പഠിക്കാതെ തരീഖത്ത് വന്നാണ് നമ്മൾ എന്ത് ചെയ്യും. ഫഖാല, അപ്പൊ എന്ത് പറഞ്ഞു ചോദിച്ചു, മൂപ്പരോട് പറഞ്ഞു, മഅ അലാ മഅനൈനി, രണ്ടർത്ഥമുണ്ട് മുസ്ലിയാരെ മഅന. ഒന്ന്
സഹായിക്കുക എന്നതാണ്. വഹുവ മഅക്കും ഐനമാ കുന്തും, നിങ്ങൾ എവിടെയായാലും നിങ്ങളെ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും എന്നൊരു മഅന. അല്ലെങ്കിൽ വല്ല ആഖറു അൽ ഇൽമു, ഇൽമാണ്. മനസ്സിലായില്ല? അപ്പം മഅക്കുമ എന്നുള്ളത് രണ്ടർത്ഥമുണ്ട്. മഅൽ അംബിയായി, അംബിയാക്കന്മാരോടുകൂടെ അള്ളാഹു ആവുക എന്ന് പറഞ്ഞാൽ ബിന്നുസ്റത്തി സഹായം കൊണ്ടും വൽ കിലാഅത്തി സൂക്ഷിക്കൽ കൊണ്ടും. ഇന്നി മഅകുമ അസ്മഉ വ അറാ എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും അള്ളാഹു പറഞ്ഞല്ല. ഞാൻ നിങ്ങളോട് കൂടെയാണ്, ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കൂടെയാണ് എപ്പോഴും നിങ്ങളെ സഹായിക്കൽ കൊണ്ട്. അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും അങ്ങനെ പറയാം. വ മഅൽ ആമത്തി, പൊതുജനങ്ങളോടുകൂടെ അള്ളാഹു ആവുക എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമി വൽ ഇഹാത്ത, അവരുടെ എല്ലാ ചലന നിശ്ചലനങ്ങളും രഹസ്യ പരസ്യ സംഭാഷണങ്ങളും അള്ളാഹു അറിയും എന്നതാണ്. അങ്ങനെയാണല്ലോ ആയത്തിനകത്തും ഉള്ളത്. മാ യകൂനു മിൻ നജ്വാ, ഒരു സമൂഹവും ഇല്ല, തലാദത്തുൻ, അതായത് 3 സമൂഹമില്ല, ഇല്ലാഹു റാബിയും, അള്ളാഹു 4-മതായിട്ടല്ലാതെ. 5 പേരാണെങ്കിൽ 6-മതായി അള്ളാഹു ഉണ്ട്. ഇനി 2 പേരാണെങ്കിൽ 3-മതായി അള്ളാഹു ഉണ്ടാവും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സലാദത്തുൻ ഇല്ലാഹു വറാബിഉഹും വലാ ഖംസത്തുൻ ഇല്ലാഹു വസാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ കാല, അപ്പൊ ജുനൈദി തങ്ങളോട് ഇബ്നു ഷാഹിൻ തങ്ങൾ ചോദിച്ചു, فقال له ابن شاهين مثلك يصلح أن يكون دالا للأمة على الضاء. നിങ്ങളെപ്പോലത്തവർ, മിസുലുക്ക യസ്ലഹു, നിങ്ങളെപ്പോലത്തവരാണ് പറ്റുന്നത്, അയ്യക്കൂന ആകലിന്, ദാലൻ ലിൽ ഉമ്മ, സമുദായത്തിന് അറിയിച്ചു കൊടുക്കാൻ, അലല്ലാ, അല്ലാഹുവിന്റെ മേൽ. അപ്പൊ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മായനയല്ല, അടുത്തു വന്നിരിക്കുക, കൂടി നടക്കുക, അങ്ങനൊന്നുമല്ല. നിങ്ങളെപ്പോലുള്ളവർ പറ്റും. മിസുലുക്ക യസ്ലഹു, അത് നമ്മൾ മാനപ്പുൽത്തുവിന്റെ പോലെയാണ്. മിസുലുക്ക യസ്ലഹു, നിങ്ങളെപ്പോലത്തവരൊക്കെ പറ്റും എന്ന് പറഞ്ഞാല് ബാക്കിയുള്ളത് പറ്റില്ല. ആൾക്കാർക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ളവർ പറ്റുമെന്നാണ്. മിസുലുക്ക യസ്ലഹു. ഇവിടെ നല്ലൊരു ബാഴ്ച തന്നെ ഉണ്ടല്ലോ നമ്മളെ മുഖ്തസറിൽ. മിസുലുക്ക യസ്ലഹു, മിസുലുക്ക യുഅ്തി, നിങ്ങളെപ്പോലുള്ളവർ കൊടുക്കും. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ പറ്റും ഇതിന്റെ മായനയെല്ലാം പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അറിവുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? അല്ലാതെ വേറെ കയറി കിടന്നിട്ട് അത് ഇതൊക്കെ പറഞ്ഞാൽ എങ്ങനെ? അള്ളാഹു ഇറങ്ങി വരും, കയറി വരും, നമ്മളെ കൂടാണ്, കൽബിലാണ്. എന്ത് കൽബിലാണ് അവനൊക്കെ പറഞ്ഞത്? وسئل ذنون المصري رحمه الله, ഇമാം ദുന്നൂൻ മിസ്രി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ ഖൗലിഹി തആല അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു റഹ്മാനായ അല്ലാഹു അലൽ അർശി ഇസ്തവാ, അവൻ കട്ടിലിന്റെ മേൽ ഇസ്തവ എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? അർ-റഹ്മാൻ, റഹ്മാൻ എന്ന് പറയുമ്പോൾ അസ്ബത്ത ദാത്തഹു വനഫ മക്കാനഹു, അവന്റെ ദാത്തിനെ അവൻ ഇസ്ബാത്ത് ചെയ്തു, അവന്റെ മക്കാനിനെ എന്ത് ചെയ്തു? അവൻ നഫീ ചെയ്യുകയും ചെയ്തു. നഫാ മക്കാനോ വെച്ചാൽ ബദലൻ ബിദലാലത്തിൽ അഖലിന് അർത്ഥം. കാരണം അവന്റെ ദാത്തിനെ ഇസ്ബാത്ത് ചെയ്തു, അസ്ബത്ത ദാത്തഹു. അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്നതുകൊണ്ട്
മക്കാനിനെ നഫി ചെയ്തു. എങ്ങനെ മക്കാൻ നഫി ചെയ്തത്? അത് അക്കലിന്റെ ദലാലത്തുകൊണ്ടാണ്. എന്ത്? കട്ടിലിന്റെ മേലാണ് അള്ളാഹു എന്ന് പറഞ്ഞവൻ ഈ കട്ടിൽ ഉണ്ടാക്കുന്നതിന് ഇവിടെ പോയി ചോദിക്കുമല്ലോ. അപ്പൊ അള്ളാഹുവിനെ അവൻ എന്ത് ചെയ്തു? ഇസ്ബാത്ത് ചെയ്തു, മക്കാനിനെ നഫി ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മാന അർ-റഹ്മാൻ എന്നതുകൊണ്ട് റഹ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലായി. അലൽ അർശിസ്തവ, അധികാരം നടത്തി എന്നാണ് അതിന്റെ മാന. കട്ടിൽ രാജാക്കന്മാരെ കട്ടിലിന് മേലിരുന്നാണല്ലോ പരിപാടി നടത്തുന്നത്, അധികാരം നടത്തുന്നത് ചെയറിലിരുന്നാണല്ലോ. അപ്പൊ അതങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു കൊടുത്താണ്. അലൽ അർശിസ്തവ എന്നതുകൊണ്ട് അവൻ മക്കാനിനെ നഫി ചെയ്തു. മക്കാൻ നഫി ചെയ്തോ? മക്കാൻ നഫി ചെയ്ത് എങ്ങനെ? ബിദലാലത്തിൽ അഖിലി, അത് ബുദ്ധിപരമായ അറിയിക്കൽ കൊണ്ടാണ്, തെളിവ് കൊണ്ടാണ്. എങ്ങനെ ബുദ്ധിപരമായ അറിയിക്കൽ? അയൽ അർശിസ്തവ എന്നൊരാള് ചോദിക്കും, അപ്പൊ ഈ കട്ടിൽ എന്നുണ്ടായതാ? പണ്ടേ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഈ കട്ടിൽ വരുന്നതിന് എവിടാന്ന് ചോദിച്ചു. അപ്പൊ കുടുങ്ങിയില്ലേ? അപ്പൊ അർ-റഹ്മാൻ ഉണ്ട്, അപ്പൊ മക്കാൻ ഇന്ന മക്കാനല്ല എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞതിന്റെ ആശയം എന്തായി? ബിദലാലത്തിൽ അഖ്ലി ഖാനലി അന്നഹു സാബിത്തുൻ ഖബലൽ അർശി വഗൈരിഹി, അർശും അർശല്ലാത്തതിന് മുമ്പും അല്ലാഹു ഉണ്ടല്ലോ എന്ന്. അതാ നഫാ മക്കാനഹു. കിതാബ് ഇടിക്കുന്നവർക്ക് അത് ഇൽത്തിസാമിയായ അറിയിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. അഖിലിയായ ദലാലത്ത് ഫഹുവ മൗജൂദുൻ ബിദാത്തിഹി വല്ലശിയാഉ മൗജൂദത്തുൻ ബിഹുക്മിഹി കമാ ശാഅ സുബ്ഹാനഹു എന്ന്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ധാത്തുകൊണ്ടവൻ എത്തിക്കപ്പെട്ടവനാണ്, മറ്റൊന്നിലേക്ക് ആവശ്യമായവനല്ല. അല്ലാഹു അല്ലാത്ത മറ്റ് സൃഷ്ടിജാലങ്ങളെല്ലാം അവന്റെ തീരുമാനം കൊണ്ടുണ്ടായതാണ്, അവൻ ഉദ്ദേശിച്ചതുപോലെ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ അവനിലേക്ക് ബാക്കിയുള്ളവകളെല്ലാം ആവശ്യമാവുന്നതാണ്.